الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് നമ്മെ പറഞ്ഞയച്ചിരിക്കുന്നത് ഒരു പരീക്ഷണമായിക്കൊണ്ടാണ്. സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറയുന്നുണ്ട്, الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. നിങ്ങൾക്കവൻ ജീവിതവും മരണവും സമ്മാനിച്ചിരിക്കുന്നത്, നൽകിയിരിക്കുന്നത് നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത്, നല്ലത് ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയാണ്. അല്ലാഹു നൽകിയ നമ്മുടെ ആയുസ്, നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, ഇതെല്ലാം ഒരു പരീക്ഷണമാണ്. റബ്ബ് നൽകിയ കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തി ആരാണ് നന്നായി ജീവിക്കുന്നത്, നന്നായി പ്രവർത്തിക്കുന്നത്, ഇതാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം. നമ്മൾ വിശ്വാസികൾ എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ ഒട്ടനവധി അവാമിറുകൾ, കൽപ്പനകൾ നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ കടമ എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹു വിലക്കിയ, പാടില്ല എന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ ലോകത്തവൻ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ പരലോകത്തവന് സ്വർഗം ലഭിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനോടുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നത് ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. റബ്ബൊരു കാര്യം നമ്മളോട് കൽപ്പിച്ചാൽ അതിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഇസ്ലാമിക ലോകത്തെ മഹാപണ്ഡിതനായിരുന്ന ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം രചിച്ച ഒരു ചെറിയ റിസാലയുണ്ട്, ഒരു ചെറിയ ലേഖനമുണ്ട്. ആ ലേഖനത്തിൻ്റെ പേര് തന്നെ വാജിബുന നഹ്വ മാ അമറന അല്ലാഹു ബിഹി. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ നമ്മുടെ ബാധ്യത എന്നാണ്. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അവയോട് നമുക്കുള്ള ബാധ്യത എന്താണ്? അതാണ് അദ്ദേഹം ആ ചെറിയ ലേഖനത്തിൽ വിശദീകരിക്കുന്നത്.
ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ട കാര്യമായതുകൊണ്ട് തന്നെ ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ ആ 7 കാര്യങ്ങളാണ് എണ്ണിപ്പറയാൻ പോകുന്നത്. ഓരോന്നും വളരെ വിശാലമായി വിശദീകരിക്കേണ്ടതാണെങ്കിലും ഒരു ഖുതുബയുടെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ 7 കാര്യങ്ങളെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആമുഖമായി പറയാനുള്ള വാചകം, റബ്ബ് കൽപ്പിച്ച ഏതൊരു കാര്യത്തോടും നമുക്കുണ്ടാകേണ്ട സമീപനം ഈ 7 രീതിയാണ്. ഈ 7 രീതികളിലാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമ്മൾ കാണേണ്ടത്. അങ്ങനെ നമ്മൾ കണ്ടാൽ നമ്മൾ ആരായിത്തീരും? നമ്മൾ അള്ളാഹുവിൻ്റെ അവാമിറുകളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പാലിക്കുന്ന ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കും. ഈ 7 പോയിന്റുകൾ കേവലം നിയമങ്ങൾ എന്നതിലുപരി, നമ്മൾ കേട്ടുപോകാനുള്ള കാര്യങ്ങൾ എന്നതിലുപരി അള്ളാഹുവിലേക്ക് അടുക്കാനും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഫ്രെയിം വർക്ക്, ജീവിതത്തിന് ഒരു ചിട്ടയുണ്ടാക്കാനും നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം നമ്മൾ ഖുതുബക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയോട്, അള്ളാഹുവിൻ്റെ ഒരു അവാമിർ, ഒരു കൽപ്പന വന്നാൽ ആ കൽപ്പനയോട് വിശ്വാസിക്കുണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞാൽ മർത്തബത്തുൽ ഊല അൽ ഇൽമു ബിഹി. അള്ളാഹു കൽപ്പിച്ച കാര്യത്തെക്കുറിച്ച് ശരിയാവണ്ണം അറിയണം. ഇന്ന് നമ്മുടെ കടമയാണ്, ഒരു വിശ്വാസിയുടെ നിർബന്ധമായ ബാധ്യതയാണ്. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ എന്ത് ചെയ്യണം? ആ കാര്യം എന്താണ് എന്ന് നമ്മൾ കൃത്യമായി അറിവുള്ള ആളുകളാകണം. അപ്പം അള്ളാഹു തൗഹീദ് കൊണ്ട് കൽപ്പിച്ചു. ലോകത്തേക്ക് എല്ലാ പ്രവാചകന്മാരും കടന്നു വന്ന് അവർ പറഞ്ഞ വിഷയം തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഫഅലം, നീ അറിയണമെന്നാണ്, നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പൊ ഇവിടെ അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കാര്യമാണ് തൗഹീദ്. അപ്പൊ ആ തൗഹീദ് എന്താണെന്ന് അറിയണം. ആ തൗഹീദിനെ കുറിച്ച് ശരിയായ രീതിയിൽ എന്ത് ചെയ്യണം? വിശ്വാസികൾ മനസ്സിലാക്കണം. അള്ളാഹു വിരോധിച്ച കാര്യമാണ് ഷിർക്ക് എന്നുള്ളത്. അള്ളാഹു വിരോധിച്ച, പാടില്ല എന്ന് പഠിപ്പിച്ച, ഷിർക്ക് ചെയ്താൽ നിങ്ങൾ നരകത്തിലാണ് എന്ന് പഠിപ്പിച്ച പാപമാണ് ഷിർക്ക്. അതുകൊണ്ട് ഷിർക്ക് എന്താണെന്ന് അറിയണം. നമ്മളിൽ പല ആളുകളും ഷിർക്ക് എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ്. തൗഹീദ് എന്താണ് എന്ന് കൃത്യമായി പഠിക്കാത്ത ആളുകളാണ്. തൗഹീദിന് എത്ര അൻവാഉകളുണ്ട്, ഇനങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ അറിവ് വളരെ കുറവാണ്. തൗഹീദുൽ അസ്മാഇ വസിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും അറിയില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകളോടുള്ള നമ്മുടെ ഒന്നാമത്തെ സമീപനം എന്താ? ആ കാര്യത്തെ അറിയുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആളുകൾ ഏലസ് കെട്ടുന്നത്? പല ആളുകളുടെയും കൈകളിൽ ഏലസ് കെട്ടുന്നു, അരയിൽ ഏലസ് കെട്ടുന്നു. ഏലസ് കെട്ടുന്നത് ഷിർക്കാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. സ്വഹീഹായ ഹദീസുകളിൽ വന്ന വിഷയമാണ്. അതറിയാത്തത് കൊണ്ടാണ് അവരത് പ്രവർത്തിക്കുന്നത്. അപ്പൊ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണ് ഏലസ് കെട്ടാൻ പാടില്ല, ഖബറുകൾ കെട്ടി ഉയർത്താൻ പാടില്ല. ഇത് അറിയുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക? അയാൾക്കത് അയാളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നത്, അയാളുടെ ജീവിതത്തിലേക്ക് അയാൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അല്ലാഹു പറഞ്ഞു, വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. വഅഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടത്തെ അല്ലാഹു ഹലാലാക്കി. വഹറമ റിബ, പലിശയെ അവൻ നിഷിദ്ധമാക്കുകയും ചെയ്തു. ഇപ്പൊ കച്ചവടം ഹലാലാണ്. എന്നാൽ കച്ചവടം ഹലാലാണ് എന്നൊരൊറ്റ പോയിന്റ് വെച്ചുകൊണ്ട് എല്ലാ കച്ചവടം ഹലാലാണോ? അല്ല, അത് പഠിക്കേണ്ടതുണ്ട്. പന്നി എന്ന് പറയുന്നത് മാംസമാണതിൽ. പന്നിയുടെ കച്ചവടം നടത്തുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. എന്തുകൊണ്ടൊരു വിശ്വാസികൾ ചെയ്തുകൂടാ? അവനറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ ഭക്ഷണമാണ് പന്നി മാംസം. അതവൻ അറിഞ്ഞാലാണ് അവനത് പ്രവർത്തിക്കാൻ പറ്റുക. അതേപോലെ തന്നെ ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റസൂലുള്ളാഹി പഠിപ്പിച്ച കാര്യമാണ്, എല്ലാ ലഹരി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളും ഹറാമാണ്. അതുകൊണ്ട് ലഹരിയുടെ കച്ചവടം നടത്താൻ പാടില്ല. ആ കച്ചവടം നിഷിദ്ധമാണ്. ചത്ത മൃഗങ്ങളെ അറുത്തുകൊണ്ട് ഭക്ഷിക്കാമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. അറുത്ത മൃഗങ്ങളെ നമുക്ക് ഭക്ഷിക്കാം. ബിസ്മി ചൊല്ലി അറുത്ത, തിന്നാൻ പാടുള്ള ഏത് മൃഗത്തെ എന്ത് ചെയ്യാം? ബിസ്മി ചൊല്ലി അറുത്തതാണ് എങ്കിൽ നമുക്ക് കഴിക്കാം. എന്നാൽ ഒരു മൃഗം ചത്താൽ അതിനെന്ത് ചെയ്യാൻ പാടില്ല? നമുക്ക് കഴിക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ അവാമിറുകൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ കുറിച്ച് നമുക്കറിയാം. പല ആൾക്കാർ പൂച്ചനെ വില കൊടുത്തു വാങ്ങും, അല്ലെ? പൂച്ചയെ വില കൊടുത്തു വാങ്ങുന്ന മനുഷ്യന്മാരുണ്ട്, വിശ്വാസികളുണ്ട്. ഇസ്ലാം നിരോധിച്ച കാര്യമാണ്. പൂച്ചനെ എന്ത് ചെയ്യാൻ പാടില്ല? പൈസ കൊടുത്ത് വാങ്ങാൻ പാടില്ല. അത് നിരോധിച്ച കച്ചവടമാണ്. എത്രയോ പെറ്റിന്റെ കടകൾ, അത്തരത്തിലുള്ള ഷോപ്പുകൾ, അവിടെയൊക്കെ മുസ്ലിങ്ങളായ ആളുകൾ പോയിട്ട് വില കൊടുത്ത് വാങ്ങാറുണ്ട്. എന്തുകൊണ്ടാണത്? അവർക്ക് അള്ളാഹുവിൻ്റെ ആ കൽപ്പനയെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഒന്നാമത്തെ ബാധ്യത എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ ശരിയായ രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകളോടുള്ള ഒന്നാമത്തെ ബാധ്യത. രണ്ടാമത്തെ ബാധ്യത പണ്ഡിതന്മാർ അദ്ദേഹം പറഞ്ഞു, അസ്സാനിയ മഹബ്ബത്തുഹു, അള്ളാഹു കൽപ്പിച്ച കാര്യത്തെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റണം.
അള്ളാഹു കൽപ്പിച്ച കാര്യത്തെ നമുക്ക് ഇഷ്ടപ്പെടാം. ഞാൻ വളരെ ലളിതമായൊരു ഉദാഹരണം പറയാം. ഈ പള്ളിയിൽ ഇപ്പം ഇരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് കുട്ടികളായ ആളുകൾ, അവരൊന്ന് എഴുന്നേറ്റ് നിന്നാൽ അവരുടെ പാൻറ് എവിടെ ഉണ്ടാകുക? പല ആളുകളുടെയും പാൻറ് ഞെരിയാണിൻ്റെ താഴെയാണ്, ഞെരിയാണിയുടെ താഴെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യമാണ് മാ അസ്ഫല മിനൽ കഅബൈനി, ഞെരിയാണിയുടെ താഴെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് നരകത്ത് പോകുന്ന പണിയാണെന്നാണ്. ഇത് ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ പാൻറ് ഞെരിയാണിയുടെ മുകളിലേക്ക് കയറാത്തത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയോട്, ഇസ്ലാമിൻ്റെ ആ അവാമിറിനോട്, കൽപ്പനയോട് നമുക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. നമ്മളതിനെ സ്നേഹിക്കുന്ന ആളുകളായാൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്ന ആളുകളായാൽ എന്ത് ചെയ്യും? നമ്മൾ സ്വാഭാവികമായിട്ട് അത് ചെയ്യും അല്ലെ? നമ്മളത് ഉൾക്കൊള്ളും. അതുകൊണ്ട് തന്നെ അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അതിനെക്കുറിച്ച് അറിയുക എന്നത് മാത്രം പോരാ, ആ കാര്യത്തെ സ്നേഹിക്കാൻ, ഇഷ്ടപ്പെടാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. അതാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകളോടുള്ള രണ്ടാമത്തെ കടമ. അള്ളാഹു പറഞ്ഞു, വല്ലാത്തൊരായത്താണ്. അള്ളാഹു പറയുന്നത്, അള്ളാഹു അവതരിപ്പിച്ചതിന് അവർ വെറുത്തു, അള്ളാഹു ഇറക്കിയതിന് അവർ വെറുത്തു, അതിനാൽ അവരുടെ കർമ്മങ്ങളെ അവൻ പാഴാക്കി കളഞ്ഞു. ഇതൊരു പേടിക്കേണ്ട ആയത്താണ്. അള്ളാഹു കൽപ്പിച്ച കുറേ കാര്യം, അതിനോട് നമുക്ക് വെറുപ്പാണ്, അതുകൊണ്ട് നമ്മൾ ചെയ്യാത്തത്. പലിശ പാടില്ല എന്ന് അള്ളാഹു എത്ര സ്ഥലത്താണ് പറഞ്ഞു, എന്നിട്ടും ബാങ്കിലേക്ക് നമ്മൾ ഓടുന്നത് എന്തുകൊണ്ടാണ്? ഈ പലിശയുടെ ആയത്തോട് നമുക്ക് വെറുപ്പാണ്. അത് അംഗീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല, അതിനെ ഇഷ്ടപ്പെടാൻ നമുക്ക് പറ്റുന്നില്ല, നമ്മൾ ഭയപ്പെടുകയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മാറേണ്ടതുണ്ട്. അതാണ് രണ്ടാമതായി പണ്ഡിതന്മാർ പറയുന്നത്, മഹാനായ ഷേഖ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത്. മൂന്നാമത്തെ അള്ളാഹുവിൻ്റെ കൽപ്പനകളോടുണ്ടാകേണ്ട സമീപനം എന്ന് പറയുന്നത് അൽ അസ്മു അലൽ ഫിഅൽ, ദൃഢനിശ്ചയം എന്നാ പറയാ മലയാളത്തിലേക്ക്. അഥവാ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന, ആ കൽപ്പനയിൽ എന്തുണ്ട്? നമുക്ക് ദൃഢനിശ്ചയം ഉണ്ടാകണം. അറിവും അതേപോലെ തന്നെ സ്നേഹവും ഉണ്ടായത് കൊണ്ട് മാത്രം ഒരാളെ തീര അയാൾ രക്ഷപ്പെടൂല. മറിച്ച് അത് പ്രവർത്തിക്കാനുള്ള ഉറച്ച തീരുമാനം ഉണ്ടാകണം, ഉറച്ച തീരുമാനം ഉണ്ടാകണം. അതെങ്ങനെ ഉണ്ടാകുക? അതും ഈ മൂന്നാമത്തെ പോയിന്റ് ഒന്നാമത്തതിലേക്ക് കണക്റ്റഡ് ആണ്. ഇപ്പൊ നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകളും ഇന്ന് ഒരു ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്ത ആൾക്കാരാണ്. അത് മാത്രമല്ല, ആ മരണത്തിന്റെ വാർത്ത നമ്മളൊക്കെ കേട്ടു, നമ്മുടെ ഫോണുകളിലേക്ക് മെസ്സേജ് വന്നു, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ മരണ വാർത്ത കേൾക്കുമ്പോൾ അവിടെ നമുക്കുള്ളൊരു പ്രതിഫലമുണ്ട്. എന്താ പ്രതിഫലം? ഒരു ജനാസയെ അനുഗമിച്ചാൽ, ആ മയ്യത്ത് നമസ്കരിച്ചാൽ, അതിൻ്റെ മയ്യത്ത് മറമാടുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടാൽ 2 ഖീറാത്ത് കൂലി ഉണ്ട് എന്നാണ്. 2 ഖീറാത്ത്. എന്താണ് ഈ ഖീറാത്ത് എന്ന് പറഞ്ഞാൽ? മിസ്ല ജബലുൽ ഉഹുദ്. ഒരു ഖീറാത്ത് പറഞ്ഞാൽ ഉഹുദ് മലയോളം പർവ്വതം. അപ്പൊ 2 ഉഹുദ് മലയുടെ അത്രയും കൂലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അരമണിക്കൂർ മാറ്റി വെച്ച് നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞത്, ആ വാർത്ത കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിൽ പല ആളുകളും പോകാൻ പറ്റാത്ത? ദൃഢനിശ്ചയം ഇല്ലാത്തതുകൊണ്ടാണ്, ഒരു കൃത്യമായ ബോധമല്ല. അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാൻ പറ്റണം. അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം ദൃഢനിശ്ചയം, ഇത് ഞാൻ ചെയ്യും, ഇനി ഞാൻ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? പ്രവർത്തിക്കുമെന്ന ദൃഢനിശ്ചയം ഉണ്ടാകണം. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് ഒരാൾ വന്നു. നബിനോട് അയാൾ പറഞ്ഞു, നബിയെ, എനിക്ക് സ്വർഗത്തിൽ പോകണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, നീ അള്ളാഹുവിൽ വിശ്വസിക്കണം. അദ്ദേഹം പറഞ്ഞു, നബി, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, നബി പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കണം. നബി 5 നേരത്തെ നമസ്കാരം പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബി, ഞാൻ നിസ്കരിച്ചോളാം. അപ്പൊ നബി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സുന്നത്തായ കുറെ നിസ്കാരമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബി, എനിക്ക് പറ്റൂല, എനിക്ക് കഴിയില്ല, ഞാൻ വേറെ എന്തെങ്കിലും ആണ്, സ്വർഗത്ത് പോകാൻ വേറെ എന്തെങ്കിലും ചെയ്യണം. അപ്പൊ നബി പറഞ്ഞു, നോമ്പ് നോൽക്കണം. അയാൾ റെഡിയാണ്, നിർബന്ധമായ നോമ്പ് നോൽക്കാൻ ഞാൻ റെഡി, പക്ഷെ സുന്നത്ത് നോമ്പ് ഞാൻ നോക്കൂല. നബി സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, നബി, എനിക്ക് തന്നെ പൈസ ഇല്ലാത്ത ആളാണ്, ഞാൻ തന്നെ പാവപ്പെട്ടവനാണ്, എന്നെ ആളുകൾ സഹായിക്കുക, അപ്പൊ ഞാൻ എങ്ങനെ സക്കാത്ത് കൊടുക്കുക? അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബിയെ, സാമ്പത്തികമായ ഒരു ശേഷിക്കണം, ഞാൻ ഹജ്ജ് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. അഥവാ ഒരു മുസ്ലിമായ മനുഷ്യൻ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ, അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാമെന്ന് അയാൾ അംഗീകരിച്ചു. പല കാര്യങ്ങളും അയാൾ നിഷേധിച്ച് കളഞ്ഞിട്ടുണ്ട്. അയാൾ നബിന്റെ മുമ്പ് നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നപ്പോൾ നബി ചോദിച്ചു, സ്വർഗാവകാശിയായ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ? അപ്പൊ അവർ പറഞ്ഞു, അതേ നബിയെ. നബിയുടെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ മനുഷ്യനെ ചൂണ്ടി നബി പറഞ്ഞു, അയാൾ സ്വർഗത്തിലാണെന്ന്. എന്തേ? കാരണം എന്താണ്? അയാൾ ആ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നയാളാണെന്നാണ്, ദൃഢനിശ്ചയമുള്ള ആളാണ്. ഇത് ഞാൻ ചെയ്യും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകളോട് നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? ദൃഢനിശ്ചയം ഉണ്ടാകണം. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ 6000 ചില്ലാനും ആയത്തുണ്ട്. ഇത് ഇറങ്ങിയതായിരിക്കാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നബിയെ, ഖുർആനിൽ ഏത് ആയത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത്? ഖുർആനിൽ ഏത് ആയത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചത്? നബിന്റെ മറുപടി എന്താ പറയുക? ആ ആയത്താണ് ഞാൻ ആമുഖമായി ഓതി കൽപ്പിച്ചത്.
നബി പറഞ്ഞു ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക എന്ന് പറയുന്ന ആയത്ത് സൂറത്ത് ഹൂദിലെ 112ാമത്തെ ആയത്ത്. അതിന്റെ വിശദീകരണം ഒന്ന് വായിച്ചു നോക്കണം. ഫസ്തഖിം ആകയാൽ നീ എന്താണ് ഉറച്ചു നിൽക്കണം. കമാ ഉമിർത വമൻ താബ മഅക നിന്നോട് കൽപ്പിച്ച വിഷയത്തിൽ എന്ത് ചെയ്യണം നീ ഉറച്ച്. നബിനെ ഏറ്റവും പേടിപ്പിച്ച ആയത്തതാ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് പറ്റുമോ? അതിൽ പ്രയാസം ഉണ്ടാകും. നബി പേടിച്ചു. ഈ ആയത്തൊക്കെ ഞാനും നിങ്ങൾക്ക് ഒരുപാട് തവണ ഓതിപ്പോയതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകളോടുള്ള മൂന്നാമത്തെ നമ്മുടെ നിലപാട് എന്തായിരിക്കും? ദൃഢനിശ്ചയം. ഞാൻ എന്തായാലും ചെയ്യുന്ന ഉറച്ചൊരു തീരുമാനം ഉണ്ടാക്കണം. നാലാമതായി അദ്ദേഹം പറഞ്ഞ റാബിഅ അൽ അമൽ, പ്രവർത്തിക്കലാണ്. ദൃഢനിശ്ചയമുണ്ട്, ഞാൻ ഉറപ്പായിട്ട് ചെയ്യും. നാലാമത്തെ കാര്യം എന്താ? അള്ളാഹുവിന്റെ ഒരു കൽപ്പന, ആ കൽപ്പനയെ കുറിച്ച് അറിഞ്ഞു, അതിനെ ഇഷ്ടപ്പെട്ടു, അതോടൊപ്പം ദൃഢനിശ്ചയം ഉണ്ടായി. നാലാമത്തെ കാര്യം അൽ അമലാണ്, പ്രവർത്തിക്കലാണ്. നമ്മളെ പല ആൾക്കാരും, മഹാഭൂരിപക്ഷം ആളുകൾ ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അമലി ചെയ്യാൻ നമ്മൾ കഴിവിന്റെ അത് അള്ളാഹുവിന്റെ കൽപ്പനകളോടുള്ള ഒരു വിശ്വാസിയുടെ കടമയാണ്. അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞു, നമ്മൾ നിസ്കരിക്കുന്നു. അള്ളാഹു ദിക്ർ ചെല്ലാൻ പറഞ്ഞു, നമ്മൾ ദിക്ർ ചെല്ലുന്നു. അള്ളാഹു ഖുർആൻ പഠിക്കാൻ പറഞ്ഞു, നമ്മൾ ഖുർആൻ പഠിക്കുന്നു. നമ്മൾ ആലോചിച്ചാൽ മതി. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. മനസ്സിലായില്ല? അതുകൊണ്ട് അള്ളാഹുവിന്റെ അവാമിറുകളോടുള്ള നമ്മുടെ കടമയാണ് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക എന്നുള്ളത്. വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. ആരാ സ്വർഗ്ഗാവകാശികൾ? അള്ളാഹ് പറഞ്ഞത് വിശ്വാസവും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ സ്വർഗ്ഗാവകാശികളാണ്. അതുകൊണ്ട് തന്നെ അമലു സ്വാലിഹാത്തുകൾ ചെയ്യണം, പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അഞ്ചാമത്തെ കടമ എന്താ അറിയാം? അള്ളാഹുവിന്റെ അവാമിറുകളോടുള്ള കൽപ്പനകളോടുള്ള അഞ്ചാമത്തെ കടമ ഇഖ്ലാസും സവാബുമാണ്. ഇഖ്ലാസും സവാബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു അൽ മർത്തബത്തുൽ ഖാമിസ അന്ന കസീറൻ മിമ്മൻ അമില ലാ യഖഉ ഖാലിസൻ ഫഇൻ വഖഅ ഖാലിസൻ ലം യഖഉ സവാബൻ. വളരെ അറബി ഭാഷയിൽ വളരെ രസകരമായ അല്ലെങ്കിൽ വളരെ മനോഹരമായ ഒരു പ്രയോഗമാണത്. എന്താ അദ്ദേഹം പറയുന്നത്? പ്രവർത്തിക്കുന്നവരിൽ പലരുടെയും കർമ്മങ്ങൾ നിഷ്കളങ്കമായി അഥവാ ഇഖ്ലാസോടെ സംഭവിക്കുന്നില്ല. കുറെ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്, ദീനിൽ കുറെ അമലുകൾ ചെയ്ത്, പക്ഷെ അതൊന്നും എന്തല്ല, ഇഖ്ലാസ് ഇല്ലാത്തതാണ്, നിഷ്കളങ്കമല്ല. ഇനിയോ നിഷ്കളങ്കമുള്ളതാണെങ്കിലോ, അത് പിന്നെ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിലോ അതിന് എന്തില്ല, തെളിവില്ലാത്ത കാര്യങ്ങളാണ് പല ആൾക്കാരും ചെയ്യുന്നത്. തെളിവില്ലാത്ത കാര്യങ്ങളാണ്. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ഒരു കൽപ്പനയെ നമ്മൾ സമീപിക്കേണ്ടത് ഇഖ്ലാസോടുകൂടെ ചെയ്യാൻ പറ്റണം. അതോടൊപ്പം തന്നെ അള്ളാഹുവും റസൂലും കൽപ്പിച്ച കാര്യമായിരിക്കണം. അള്ളാഹു റസൂൽ കൽപ്പിച്ച കാര്യം നമ്മൾ ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. അത് പ്രത്യേക ധാരാളം ബിദഅത്തുകൾ സമൂഹത്തിലുണ്ട്, ഒരുപാട് ബിദഅത്തുകൾ. എണ്ണി പറയുകയാണെങ്കിൽ ഒട്ടനവധി ബിദഅത്തുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വ്യാപിച്ചു വരും. ഇപ്പൊ ഹജ്ജിന് പോകുന്ന സമയമാണ് ആൾക്കാർ, ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകളൊക്കെ സമൂഹത്തിൽ വ്യാപകമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരായത്തൊരാൾ ഉദ്ധരിച്ചേണ്ട ആൾ പറയും, ഈ ആയത്ത് ചുമരും എഴുതി വെച്ചാൽ അയാൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകും, അയാൾ നിർഭയനായി മടങ്ങി വരും. കേരളത്തിൽ ഒരാളുടെ പ്രസംഗമാണ്. എന്താണ് അതിന്റെ അസൽ? ഈ പ്രസംഗം കേട്ടപ്പോൾ നമ്മളൊക്കെ പരിശോധിച്ച് എന്തെങ്കിലും ഒരു അസൽ അതിനുണ്ടോ? എവിടെയെങ്കിലും ഒരു സ്ഥലത്തും പറയണില്ല. വിശുദ്ധ ഖുർആനിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങളിലോ കാണാത്തൊരു കാര്യം ജനങ്ങളോട് പറയാണ്. എന്നിട്ട് ജനങ്ങളെ കൊണ്ട് ഹജ്ജിന് പോകുന്ന ആൾക്കാർ അവരുടെ കൈ കൊണ്ട് വിരലോട്ട് ഇങ്ങനെ വീട്ടിന്റെ ചുമരും എന്ത് ചെയ്യുക, ഈ ആയത്ത് എഴുതുക. എന്തായാലും തെളിവ് എന്താ? ഇഖ്ലാസോട് കൂടി ആളുകൾ ചെയ്യുന്നത്, കാരണം സുരക്ഷിതരായി മടങ്ങി വരണം. പക്ഷെ അതിനെന്തില്ല, ദലീലില്ല, തെളിവില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകളോട് നമുക്കുണ്ടാകേണ്ട ഒരു സമീപനമാണെന്ത്? അത് ഇഖ്ലാസോട് കൂടെ ചെയ്യണം. അതോടൊപ്പം തന്നെ എന്താകണം? അത് ദീനിലുള്ള കാര്യമാകണം. ദീനിൽ ഉള്ളതാണ് എന്ന് എന്ത് ചെയ്യണം? ഉറപ്പിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ. അപ്പൊ നോക്കൂ, ഒരാൾക്കൊരു കത്തയക്കാണ്, നമ്മുടെ ഒരാൾക്ക് കത്തയക്കുമ്പോൾ നമ്മൾ വിലാസമൊക്കെ എഴുതി, അഡ്രസ്സൊക്കെ എഴുതി, കത്തിന്റെ കവറിനുള്ളിൽ കത്ത് എഴുതിയിട്ടില്ല, പോസ്റ്റ് ചെയ്തിട്ടില്ല. കത്തിന് അതെന്തില്ല, കവറ് മാത്രമേ ഉള്ളൂ, ഉള്ളിൽ നമ്മളെ മാറ്റർ ഒന്നുമില്ല. വല്ല കാര്യമുണ്ട്? അതുകൊണ്ട് ആ കത്ത് ലഭിക്കുന്ന ഒരാൾക്ക് അയാളുടെ അഡ്രസ്സിൽ കത്ത് ചെല്ലുന്ന അതൊരു കാര്യമല്ല. ഇനിയോ ഒരു കവറിന്റെ ഉള്ളിൽ കത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതിന് അഡ്രസ്സ് ഇല്ലെങ്കിൽ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അള്ളാഹിന്റെ അടുക്കൽ ഇതേപോലെയാണ്, അഡ്രസ്സും ഉണ്ടാകണം, ലെറ്ററും ഉണ്ടാകണം. അഥവാ ഒരു കർമ്മത്തിന് ഇഖ്ലാസും ഉണ്ടാകണം, അത് നബി പഠിപ്പിച്ചതുമാകണം. അപ്പോഴാണ് നമുക്ക് അതിന് കൂലി കിട്ടുക, അപ്പോഴത് ലക്ഷ്യത്തിലെത്തുക. ഒരു കത്ത് ലക്ഷ്യത്തിലെത്തി എന്ന് പൂർണ്ണതയിലെത്തി അപ്പോൾ നമ്മൾ പറയാ അതിന് അഡ്രസ്സും അതിൻ്റെ ഉള്ളിൽ കത്തും ഉണ്ടാകുമ്പോഴാണ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച പ്രവൃത്തിയാകണം, അത് ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ചെയ്യാൻ പറ്റണം. അതാണ് അഞ്ചാമത്തെ അള്ളാഹുവിന്റെ കൽപ്പനകളോട് നമ്മുടെ സമീപനം. ആറാമത്തെ കാര്യം പണ്ഡിതന്മാർ പറഞ്ഞു അത്തഹ്ദീറു മിനൽ ഹുബൂത്ത് എന്ന് പറയാം. എന്നങ്ങനെ പറഞ്ഞാല് കർമ്മം പാഴായി പോകാതെ കാക്കണം. അമല് ചെയ്താൽ പോരാ, അറിവുണ്ടായാൽ പോരാ. നമ്മൾ ചെയ്ത അമലുകൾ എന്ത് ചെയ്യാൻ പാടില്ല? നഷ്ടപ്പെടാൻ പാടില്ല.
നമ്മൾ ചെയ്ത പ്രവർത്തികൾ നഷ്ടപ്പെട്ടുള്ള അവസ്ഥ. എത്രയോ സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ച ആൾക്കാരായി ഇരിക്കുന്ന പല ആളുകളും നമസ്കാരത്തിന് വേണ്ടി, ഇബാദത്തുകൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ചവരാണ്. ഇതൊന്നും ഇല്ലാതെ പോയാൽ എന്തേക്കാര അവസ്ഥ? അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകളോട് നമുക്കുണ്ടാകേണ്ട ഒരു സമീപനമാണ്, ഞാൻ ചെയ്ത അമല് പൊളിയാൻ പാടില്ല, അത് തകർന്നു പോകാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞ എന്നാണ് മഹാപണ്ഡിതന്റെ വാചകം. നമ്മുടെ അമലുകളെ, കർമ്മത്തെ പാഴാക്കി കളയുന്ന കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? അതിനത്തോട് ജാഗ്രത ഉണ്ട്. എങ്ങനെ അമല് പൊളിയാം? അള്ളാഹു എങ്ങനെയാണ് നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുക? അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കർമ്മങ്ങൾ പാഴായി പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ്. അപ്പൊ നമ്മൾ അറിയാതെ നമ്മുടെ കർമ്മങ്ങൾ പാഴായി പോകും. എങ്ങനെയാ? ഒന്ന്, അഹങ്കാരിയായാൽ അയാളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. അതേപോലെ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകും. ഇങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുന്ന കുറെ അമല് ചെയ്ത് അതൊക്കെ കൊണ്ട് പരലോകത്ത് ചെല്ലും ഒന്നുമില്ലാത്ത അവസ്ഥ വരും. മുഫ്ലിസായി മാറും, പാപ്പരായി മാറും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ? ചെയ്ത നന്മകളെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാതിരിക്കുക. അതേപോലെ തന്നെ കർമ്മങ്ങൾ പാഴായി പോകാതിരിക്കാൻ അള്ളാഹുവിനോട് നിരന്തരം ഇസ്തിഗ്ഫാർ ചെയ്യുക. രഹസ്യമായി നന്മകൾ ചെയ്യുക, സാധിക്കുന്ന അത്ര രഹസ്യമായിട്ട് എന്ത് ചെയ്യുക? നന്മകൾ ചെയ്യുക. നന്മകൾ പൊളിഞ്ഞു പോകുന്നത്, ഷിർക്ക് ചെയ്താൽ എല്ലാ അമലും പൊളിയും. ഷിർക്ക് ചെയ്താൽ, റിയാ ഉണ്ടായാൽ എല്ലാ അമലും പൊളിയും. ആളുകളെ ഉപദ്രവിച്ചാൽ എല്ലാ അമലും പൊളിഞ്ഞു പോകും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യണം? നമ്മൾ മാറി നിൽക്കണം. അതാണ് 6ാമത്തെ കടമ. 7ാമത്തത് സുബാത്താണ്, സ്ഥിരതയാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളോട് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട 7ാമത്തെ ബാധ്യത സുബാത്ത് ഉണ്ടാകണം. എന്താ സുബാത്ത് പറഞ്ഞാൽ? അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യത്തെ സ്ഥിരമായി കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. സ്ഥിരമായി ചെയ്യുന്ന സ്വഭാവം ഉണ്ടാകണം. എല്ലാ കാര്യങ്ങളും അല്ല, ചെയ്യുന്നതിൽ എന്ത് വേണം? സ്ഥിരതയുണ്ടാകണം. അദ്ദേഹം പറഞ്ഞാൽ അലൈഹി, കാര്യങ്ങളിൽ കൽപ്പനകളിൽ സുബാത്ത് ഉണ്ടാകുക എന്ന് പറയാം. അഥവാ ഉറച്ചു നിൽക്കുന്ന ആളായിട്ട് എന്ത് ചെയ്യാൻ മാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾ ഏതൊരു കാര്യം കുറച്ചാണെങ്കിൽ അത് സ്ഥിരമായി പതിവായി ചെയ്യുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 7 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ എന്ത് ചെയ്യുക? നമ്മൾ ശ്രദ്ധിക്കുക. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന, പടച്ചോനെ എൻ്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം. സുബാത്ത് ഉണ്ടാകണം. ദീനിൽ നിന്ന് തെറ്റിപ്പോകും. രാവിലെ മുസ്ലിമേക്കാരം, വൈകുന്നേരം കാഫിറാകും. സ്വഹാബികളുടെ കൂട്ടത്തിൽ പഴച്ചുപോയ ആൾക്കാരുണ്ട്. വാചകം ഞാൻ ഒന്നും കൂടി പറയാം. നബിയെ കണ്ട, നബിന്റെ കൂടെ ജീവിച്ച ആളുകൾ അവർ പഴച്ചു പോയിട്ടുണ്ട്. കള്ളപ്രവാചകത്വം വാദിച്ച ആളുകൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുണ്ടായത്. മുസൈലിമയെ പോലെയുള്ള ആളുകൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുണ്ടായ ആൾക്കാരാണ്. അങ്ങനെ ഇസ്ലാമിൽ നിന്ന് പിഴച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സുബാത്തോടുകൂടെ ഉറച്ചു നിന്ന് അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്ന ആളുകളാകാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ 7 പോയിന്റുകളാണ് ഇന്നത്തെ ഖുത്ബയിൽ ഞാൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഒരു കൽപ്പനയോട് നമുക്കുണ്ടാകേണ്ട കടമ എന്താ? 1, അറിവുണ്ടാകണം. അള്ളാഹ് കൽപ്പിച്ച കാര്യത്തെ അറിയണം. 2, അതിനോട് മഹബത്ത് ഉണ്ടാകണം, സ്നേഹമുണ്ടാകണം. 3, ദൃഢനിശ്ചയം ഉണ്ടാകണം. ഞാൻ ഉറച്ചു ചെയ്യുമെന്ന തീരുമാനം ഉണ്ടാകണം. ആ തീരുമാനത്തെ പ്രാവർത്തികമാക്കണം, അമല് ചെയ്യണം. അതേപോലെ തന്നെ ഇഖ്ലാസും ഉണ്ടാകണം, സ്വഭാവവും ഉണ്ടാകണം. നിഷ്കളങ്കതയും അതിന്റെ വ്യക്തതയും നബിയുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാകണം. കർമ്മം പാഴായി പോകാതിരിക്കാൻ, പൊളിഞ്ഞു പോകാതിരിക്കാൻ, ചെയ്ത അമലുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. 7ാമത്തത് സ്ഥിരതയുണ്ടാകണം. അള്ളാഹു ഈ ഗുണങ്ങൾ പാലിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗമാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ വളരെ ചെറിയ ചില കർമ്മങ്ങൾ വളരെ ചെറിയ സമയം കൊണ്ട് ചെയ്താൽ സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുന്ന ചില അമലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹ 10 മറ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഹദീസിന്റെ അർത്ഥം ഇതാണ്: മൻ ഖറഅ, ഒരാൾ പാരായണം ചെയ്തു. ഏത് സൂറത്ത്? സൂറത്തുൽ ഇഖ്ലാസ്. 10 തവണ ഒരാൾ ആ സൂറത്ത് പാരായണം ചെയ്താൽ അവൻ എന്ത് ചെയ്യും? അവൻ അള്ളാഹു സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കും, കൊട്ടാരം ഉണ്ടാക്കി കൊടുക്കും. ഈ ഹദീത്തിൽ ഖസ്ർ എന്നാണ് പ്രയോഗിച്ചത്. ബൈത്ത് എന്ന പ്രയോഗം വന്നിട്ടുണ്ട്. സ്വർഗത്തിൽ വീട് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട പണി എന്താ? 10 തവണ
സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാം. സൂറത്തുൽ ഇഖ്ലാസ് അറിയാത്തൊരു മനുഷ്യന് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. എല്ലാ ദിവസവും ഇതൊന്ന് പാരായണം ചെയ്ത് തുടങ്ങിയാൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു കൊട്ടാരമാണ് സ്വർഗത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബുറ കുല്ലി സ്വലാത്തിൻ മക്തൂബ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അൻ യമൂത്ത്. നിസ്കാരത്തിന് ശേഷം ഒരാൾ ആയത്തുൽ കുർസി പതിവായി ഓതുന്ന ആളാണ്, സ്ഥിരമായിട്ട് ഓതി എന്നും ഓതുന്ന ആളാണ് നിസ്കാരത്തിന് ശേഷം, അയാൾക്ക് സ്വർഗം കിട്ടാൻ പിന്നെ ആകെ ഒരു കാര്യം സംഭവിച്ചാൽ മതി. എന്താ? അയാൾ മരിച്ചാൽ മതി എന്നാണ്. അയാൾ മരിച്ചാൽ അയാൾ സ്വർഗത്തിലാണ്. നമുക്ക് നിങ്ങൾ സ്വർഗം നേടിത്തരുന്ന അമലുകൾ നമുക്കൊക്കെ അറിയുന്നതാണ്, നമുക്കൊക്കെ ഒരു പ്രയാസവുമില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. നബി ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, അല അതുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, കെൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, അറിയിച്ചു തരട്ടെ. അവർ പറഞ്ഞു, ബലാ യാ റസൂൽ, നബിയെ പറഞ്ഞെന്നാലും. അവൻ നബി പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത, ഒരു ദിക്റാണ്, ഇത് സ്വർഗത്തിലെ നിധിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി ഉരിസത് ലഹു നഖലത്തുൻ ഫിൽ ജന്ന, ആരെങ്കിലും സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ അവന് സ്വർഗത്തിൽ ഒരു ഈന്തപ്പന അവന് വേണ്ടി നടുന്നാണ്. അവന് വേണ്ടി അല്ലാഹു ഒരു ഈന്തപ്പന മരം അവിടെ നടുന്നു, ഇത് ചൊല്ലിയാൽ. ഞാൻ ഈ ഹദീസുകൾ ഉദ്ധരിക്കാൻ കാരണം, നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൗത്യം എന്താ? അമലുകൾ ചെയ്യലാണ്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. ഇതൊക്കെ സൽക്കർമ്മമാണ്. അപ്പോൾ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഇത് ഒഴിവുള്ള സമയത്തും മറ്റുള്ള ജോലികൾക്കിടയിലൊക്കെ ഒരു പ്രയാസമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ കിതാബ് എന്ത് ചെയ്യണം? നമ്മുടെ ഗ്രന്ഥം, നമ്മുടെ ഏടെന്താകണം? അത് കനമുള്ളതാകണം, അത് ഭാരമുള്ളതാകണം. നാളെ വലത് കൈയിൽ നമുക്ക് എന്ത് ചെയ്യണം? ഗ്രന്ഥം ലഭിക്കണം. നമ്മുടെ ഖബറിൽ നമുക്ക് സമാധാനം ഉണ്ടാകണം. ഖബറിലേക്ക് പിന്നെ മലക്കുകൾ വരുമ്പോൾ ആ മലക്കുകളുടെ മുന്നിൽ അവർ നമ്മുടെ കർമ്മങ്ങൾ വിചാരണ ചെയ്യുമ്പോൾ ആ വിചാരണകൾ എന്തായിരിക്കണം? നന്മകൾ നിറഞ്ഞതായിരിക്കണം. ഖബറിലേക്ക് ഒരു വെളിച്ചം വരണം, പ്രകാശം ഉണ്ടാകണം. അതെന്താ വേണ്ടത്? വിശ്വാസവും സൽക്കർമ്മങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരന്റെ മയ്യത്ത് നമ്മൾ മറമാടി വന്നവരാണ്, ജനാസയിൽ പങ്കെടുത്തവരാണ് പല ആളുകൾ. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഈ പള്ളിയുടെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച വ്യക്തി, അതിന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നല്ല സഹായങ്ങൾ നൽകിയ വ്യക്തിയാണ് അദ്ദേഹം. അല്ലാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് കുട്ടിക്കായി എന്ന് പറയുന്ന ആ സഹോദരനോട് എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മളിപ്പോൾ ഭൂമിന്റെ മുകളിലാണ്, അദ്ദേഹം ഖബറിന്റെ അടിയിലാണ്. അദ്ദേഹം മറ്റൊരു ലോകത്തേക്ക് പ്രവേശിച്ച് അവിടെ വിചാരണ ഉണ്ടാകും. ആ ഖബറിലെ ചോദ്യമുണ്ട്, അതേപോലെ തന്നെ ആ ഖബറിൽ ഞെരുക്കമുണ്ട്, ആ ഖബറിലേക്ക് മലക്കുകൾ വരും. ഇതൊക്കെ നമ്മുടെ അഖീദയാണ്, നമ്മുടെ വിശ്വാസമാണ്. അത്തരം ഒരു ലോകത്തേക്ക് നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ കൂടെ ജീവിച്ച ഒരാൾ പ്രവേശിച്ചു, നാളെ നമ്മൾ പ്രവേശിക്കും. അതുകൊണ്ട് തന്നെ ആ ഖബർ ജീവിതത്തിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ടാകാൻ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ആ സഹോദരന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മരണത്തിലൂടെ വേദനിക്കുന്ന കുടുംബങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അള്ളാഹു എല്ലാവർക്കും ക്ഷമിക്കാനുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും ഒരു മരണമുണ്ട് എന്ന ചിന്തയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. മരണത്തിന്റെ മുൻപ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് യഥാർത്ഥ വിശ്വാസിയായി മരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന ആളുകളുണ്ട്, അള്ളാഹുവിന്റെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് അള്ളാഹു അവരെ മോചിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ